അസ്സലാമു അലൈക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളാണ് അല്ലേ? കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും, അങ്ങനെ പണത്തിൻ്റെ പേരിൽ നടക്കാതെ പോകുന്ന ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. അള്ളാഹു നമ്മുടെ കടങ്ങൾ വീടാനുള്ള വഴികൾ തുറന്നു തരുമാറാകട്ടെ. അള്ളാഹു വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നും തന്നെയില്ല. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന സ്വലാത്തും ദിക്റുകളെല്ലാം അവർ നിർത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും അടുക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് റബ്ബേ, എൻ്റെ ഇന്ന കാര്യം എനിക്ക് നടത്തി തരണേ റബ്ബേ, ഞാൻ ഈ ദിക്റ് ചൊല്ലിയാൽ എൻ്റെ കാര്യം നടക്കുമെന്ന വിശ്വാസത്തോടെ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് തഹജ്ജുദ് നമസ്കാരവും. എത്ര പേരാണ് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ രക്ഷപ്പെട്ടത്. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് തളരാതെ നമ്മൾ കൃത്യമായി നമസ്കരിക്കുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുമാറാകട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയ ഒരു പവർഫുൾ ഇസ്മിനെ കുറിച്ചാണ്. ഒരുപാട് പേർക്ക് അവരിത് ചൊല്ലിക്കഴിഞ്ഞുടനെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയ ഒരു ഇസ്മാണിത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത് വരെ ഈ ദിക്റ് ചൊല്ലാൻ മറക്കരുതേ. നമ്മളിപ്പോൾ ഒരു ഇസ്മ ചൊല്ലുമ്പോൾ അതിൻ്റെ മഹത്വം അറിഞ്ഞും അത് വിശ്വാസത്തോടെയും ചൊല്ലാൻ നോക്കണം. അതുപോലെ തന്നെ ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ ആഗ്രഹം സാധിക്കുന്നത് വരെ ചൊല്ലണം. അല്ലാതെ 1-2 ദിവസമോ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചില്ല എന്ന് പറയരുത്. നമ്മുടെ മനസ്സിലൊരു വിശ്വാസം, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല എൻ്റെ കടങ്ങൾ വീടാനുള്ള വഴികൾ എനിക്ക് തുറന്നു തരും എന്ന വിശ്വാസത്തോടെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് ഒരു ദിവസം തന്നെ വേണമെന്നില്ല, അപ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ സാധിച്ചു കിട്ടാം. അങ്ങനെ സാധിച്ചു കിട്ടിയ ഒരുപാട് പേരുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമാറാകട്ടെ. അത്രയ്ക്കും മഹത്വമുള്ള ഒരു ഇസ്മാണ് യാ സ്വമദു യാ അല്ലാഹ്. ഈ ഇസ്മ ചൊല്ലുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് മുത്ത് നബിയുടെ പേരിൽ 11 തവണ ചൊല്ലുക. അതിനുശേഷം ഈ ഇസ്മ 1000 വട്ടം ചൊല്ലുക. അവസാനം വീണ്ടും മുത്ത് നബിയുടെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആവശ്യം നിറവേറുക തന്നെ ചെയ്യും. ആകെ കുറച്ച് സമയം മതി ഇത് ചൊല്ലി തീർക്കാൻ. എന്നാൽ ഇതിൽ കിട്ടുന്ന ഫലമോ ഒരുപാടുണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ എത്രമാത്രം മഹത്വമുള്ള ഒരു ഇസ്മാണിതെന്ന്. നമ്മൾ 5 വഖത്ത് നമസ്കാരം കൃത്യമായി നമസ്കരിക്കുകയും വേണം. നമ്മുടെ അല്ലാഹു തആല വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നും തന്നെയില്ല. നമ്മൾ നമ്മുടെ അല്ലാഹു തആലയോടല്ലേ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അല്ലാഹുവിനോട് മനസ്സ് തുറന്ന് റബ്ബേ, എൻ്റെ ഇന്ന കാര്യം എനിക്ക് നടത്തി തരണേ അല്ലാ, എൻ്റെ കടങ്ങൾ വിടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് റബ്ബേ. അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും വീടില്ലാത്തവരും റബ്ബേ, നീ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണേ റബ്ബേ. അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും നീ സാധിച്ചു കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.